മിൽമയിൽ വീണ്ടും അവസരം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒഴിവുകൾ. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് 1 വർഷത്തെ കാലാവധിയിലേക്ക് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ്, ഏരിയ സെയിൽസ് മാനേജർ തസ്തികകളിലേക്ക് അപേക്ഷകൾ ഓൺലൈനായി ക്ഷണിക്കുന്നു. ഈ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നു. ജോബ് ഡീറ്റെയിൽസ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ജോലിതരം കേരള ഗവൺമെൻറ്. വിജ്ഞാപന നമ്പർ CMD/KCMM/005/2024. നിയമനം താൽക്കാലികം. ജോലിസ്ഥലം കേരളം. ആകെ ഒഴിവുകൾ 5. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ. വിജ്ഞാപന തീയതി 2024 മെയ് 17. വേക്കൻസി ഡീറ്റെയിൽസ്. കേരള കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് മിൽമ ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് TSI, ഏരിയ സെയിൽസ് മാനേജർ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആകെ 5 ഒഴിവുകളാണുള്ളത്. കാസർഗോഡ് 1, കണ്ണൂർ 1, ഇടുക്കി 1, കൊല്ലം 1. ഏജ് ലിമിറ്റ്. ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് TSI പോസ്റ്റിലേക്ക് 35 വയസ്സ് വരെയും ഏരിയ സെയിൽസ് മാനേജർ പോസ്റ്റിലേക്ക് 45 വയസ്സ് വരെയുമാണ് പ്രായപരിധി. ക്വാളിഫിക്കേഷൻസ്. സ്ഥാനാർത്ഥി MBA ബിരുദധാരിയോ ഡയറി ടെക്നോളജി ആൻഡ് ഫുഡ് ടെക്നോളജിയിൽ ബിരുദധാരിയോ ആയിരിക്കണം. FMCG ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ കുറഞ്ഞത് 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. സജീവമായ ചർച്ചകൾ, സുഗമമാക്കൽ, ന്യായവാദം എന്നിവയിലുള്ള ഒരു വേഗത്തിലുള്ള സ്ഥാപനത്തിൽ പ്രവർത്തിക്കാനുള്ള അഭിരുചി. ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രാവീണ്യമുള്ള വ്യക്തികൾ മാത്രം അപേക്ഷിക്കണം. യാത്ര ചെയ്യാൻ തയ്യാറായിരിക്കണം. കമ്പനിയിലേക്ക് വിൽപ്പന കൊണ്ടുവരാൻ വളരെ സജീവവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ആയിരിക്കണം. ഇരുചക്രവാഹനം ഉണ്ടായിരിക്കണം. 2. ഏരിയ സെയിൽസ് മാനേജർ. വിൽപ്പനയിൽ കുറഞ്ഞത് 7 വർഷത്തെ പരിചയമുള്ള MBA ബിരുദധാരി. FMCG വിൽപ്പനയിലെ പരിചയം മുൻഗണന നൽകും. മികച്ച വിൽപ്പനയും ചർച്ച ചെയ്യാനുള്ള കഴിവും. മീറ്റിംഗ് സെയിൽസ് കോട്ടകളുടെ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡ്. എല്ലാ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷനിലും പ്രാവീണ്യം. മികച്ച മാനേജ്മെൻറ്റ്, നേതൃത്വം, സംഘടനാ കഴിവുകൾ. സാലറി ഡീറ്റെയിൽസ്. ഏരിയ സെയിൽസ് മാനേജർ. വാർഷിക ശമ്പളം 7.5 ലക്ഷം മുതൽ 8.4 ലക്ഷം വരെ. DA+TA+ ഇൻസെൻറ്റീവ് അധികം ലഭിക്കും. ടെറിട്ടറി സെയിൽസ് ഇൻചാർജ്. വാർഷിക ശമ്പളം 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ. DA+TA+ ഇൻസെൻറ്റീവ് അധികം ലഭിക്കും. താൽപ്പര്യമുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് KMCD ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുക. പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം തുറന്നു വരുന്ന അപേക്ഷാ ഫോറം കൃത്യമായി പൂരിപ്പിക്കുക. ഏറ്റവും അവസാനമായി നിങ്ങളുടെ CV, 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒപ്പ് എന്നിവ അപ്ലോഡ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇമെയിൽ ID കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാവി അപ്ഡേഷനുകൾ ഇമെയിൽ വഴിയായിരിക്കും ലഭിക്കുക. വിശദ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് സന്ദർശിക്കുക. എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഡഫേദാർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. 7ാം ക്ലാസ് പാസ്സായ സ്ഥിര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. കേരള PSSC റിക്രൂട്ട്മെൻറ്റ് വേക്കൻസി ഡീറ്റെയിൽസ്. എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് പ്രസിദ്ധീകരിച്ച ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഡഫേദാർ പോസ്റ്റിലേക്ക് 3 ഒഴിവുകളാണ് ഉള്ളത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാണ് അവസരം വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ്. 18-നും 36-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം. പിന്നാക്ക വിഭാഗക്കാർക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഇളവുകൾ ലഭിക്കുന്നതാണ്. അപേക്ഷകർ 1988 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ക്വാളിഫിക്കേഷൻ. 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല. സാലറി. ഡഫേദാർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 23,700 മുതൽ 52,600 രൂപ വരെയാണ് മാസശമ്പളം ലഭിക്കുക. ശമ്പളത്തിന് പുറമെ കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുമാണ്. സെലക്ഷൻ. 1 OMR പരീക്ഷ, 2 ഷോർട്ട് ലിസ്റ്റിംഗ്,
3 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, 4 വ്യക്തിഗത ഇൻ്റർവ്യൂ. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി വരെ കാത്തുനിൽക്കാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. 2024 ജൂൺ 19 അർദ്ധരാത്രി 12 മണിവരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. പൂർണ്ണമായ യോഗ്യതയുള്ളവർ മാത്രം അപേക്ഷിക്കുക. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. PSSC വഴി ആദ്യമായി അപേക്ഷിക്കുന്നവർ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. അതിനായി നോട്ടിഫിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് 085/2024 എന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുക. അതിനുശേഷം അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുക. അപേക്ഷിക്കുന്നതിന് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല. അപേക്ഷ സമർപ്പിച്ച ശേഷം മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് സന്ദർശിക്കുക. 7ാം ക്ലാസ് ഉള്ളവർക്ക് കേരള സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിൽ സ്ഥിരജോലി ഒഴിവ്. കേരള സർക്കാർ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവസരം. താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പ്രസ്മാൻ പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണുള്ളത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാണ് അവസരം വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 18-നും 36-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം. പിന്നാക്ക വിഭാഗക്കാർക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഇളവുകൾ ലഭിക്കുന്നതാണ്. അപേക്ഷകർ 1988 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല. സാലറി പ്രസ്മാൻ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 23,700 മുതൽ 52,600 രൂപ വരെയാണ് മാസശമ്പളം ലഭിക്കുക. ശമ്പളത്തിന് പുറമെ കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. സെലക്ഷൻ 1 OMR പരീക്ഷ, 2 ഷോർട്ട് ലിസ്റ്റിംഗ്, 3 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, 4 വ്യക്തിഗത ഇൻ്റർവ്യൂ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. 2024 ജൂൺ 19 അർദ്ധരാത്രി 12 മണിവരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി. PSC നോട്ടിഫിക്കേഷൻ 086/2024 എന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് സന്ദർശിക്കുക. കേരള PWD വകുപ്പിൽ സ്ഥിരജോലി ഒഴിവ്. മാസശമ്പളം 55,200 വരെ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള PSSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം. വേക്കൻസി കേരള പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച വിജ്ഞാപനം അനുസരിച്ച് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് പോസ്റ്റിലേക്ക് 2 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 19-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം. ഉദ്യോഗാർത്ഥികൾ 1984 ജനുവരി 2-നും 2005 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. വയസ്സ് ഇളവിനെ സംബന്ധിച്ച മറ്റ് വ്യവസ്ഥകൾ ഈ റിക്രൂട്ട്മെൻറ്റിന് ബാധകമല്ല. ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രത്യേക വിഷയമായി തത്തുല്യം, അഥവാ ഒരു അംഗീകൃത സർവകലാശാലയുടെ റേഡിയോ എഞ്ചിനീയറിംഗിലോ ടെലി കമ്മ്യൂണിക്കേഷനിലോ ബിരുദം, അഥവാ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഇലക്ട്രോണിക്സിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തത്തുല്യ യോഗ്യത, അഥവാ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തത്തുല്യ ഡിപ്ലോമ, അഥവാ വയർലെസ് പ്രത്യേക വിഷയമായി ഫിസിക്സിലോ അപ്ലൈഡ് ഫിസിക്സിലോ MSc. സാലറി PWD റിക്രൂട്ട്മെൻറ്റ് വഴി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 55,200 രൂപ മുതൽ 1,15,000 വരെ മാസശമ്പളം ലഭിക്കും. ശമ്പളത്തിന് പുറമെ കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്.
PSSC വഴി ആദ്യമായി അപേക്ഷിക്കുന്നവർ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. അതിനായി നോട്ടിഫിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് 08/6/2024 എന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് സന്ദർശിക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.